പോകുന്നത് ആദ്യം ജി കെയുടെ ക്ലാസ് ആണ്. ജി കെയുടെ ചാപ്റ്റർ നിങ്ങൾ എടുക്കുക. പേജ് നമ്പർ 316, പേജ് നമ്പർ 360 എടുത്തോ. പേജ് നമ്പർ 316. ആർട്ടിസ്റ്റ് ആൻഡ് ദെയർ വർക്ക്. അല്ലെ, ആർട്ടിസ്റ്റ് കലാകാരന്മാരും അവരുടെ പ്രധാനപ്പെട്ട വർക്ക് അല്ലെ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാത്സ് ഫോളോയിങ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 7 ആർട്ടിസ്റ്റിന്റെ പേരും അവർ ചെയ്തിട്ടുള്ള വർക്കുമാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഓരോന്ന് വെച്ചിട്ട് നോക്കാം. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ചില വേർഡ്സ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതൊന്ന് ജസ്റ്റ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ലിയനാർഡോ ഡാവിഞ്ചി. അപ്പോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് അതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി. ഓപ്ഷൻ ഡി മൊണാലിസ. മൊണാലിസ. നിങ്ങൾക്ക് അവിടെ പിക്ചർ തന്നിട്ടുണ്ട് കണ്ടോ. ഏറ്റവും താഴെയായിട്ട് രണ്ടാമത് കണ്ടോ മൊണാലിസ കണ്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിംഗ് ആണ് അത് കേട്ടോ. ഒരു വർക്ക് പെയിന്റിംഗ് ആണ് മൊണാലിസ. ലിയനാർഡോ ഡാവിഞ്ചി. ആൻസർ ഡി ഓപ്ഷൻ മൊണാലിസ. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് മൈക്കൽ ആഞ്ചലോ അല്ലേ. മൈക്കൽ ആഞ്ചലോ ആണ് ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഇ ആണ്. ഇ. ഓപ്ഷൻ ഇ സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. രണ്ടാമത്തേത് മൈക്കൽ ആഞ്ചലോ ആണ് ചോദിച്ചത്. ആൻസർ ഇ ഓപ്ഷൻ സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. ഓക്കെ. Then third പാബ്ലോ പിക്കാസോ. പാബ്ലോ പിക്കാസോയുടെ പ്രധാനപ്പെട്ട വർക്ക് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ഓപ്ഷൻ ആണ്. എ ഓപ്ഷൻ ഗ്വാർസോൺ അലാപ്പി. ഗ്വാർസോൺ അലാപ്പി. എ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ഗ്വാർസോൺ അലാപ്പി. ഓക്കെ. Then fourth question വിൻസെന്റ് വാൻ ഗോഗ്. വിൻസെന്റ് വാൻ ഗോഗ്. ആൻസർ എന്ന് പറയുന്നത് എഫ് ഓപ്ഷൻ. എഫ് ഓപ്ഷൻ സൺഫ്ലവർ. സൺഫ്ലവർ. എഫ് ഓപ്ഷൻ സൺഫ്ലവർ. അതിന്റെ പിക്ചർ ഉണ്ട്. നിങ്ങൾക്ക് ആ താഴെ പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടീച്ചർ പറയുമ്പോൾ ആ പിക്ചർ കൂടി ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. അപ്പൊ 4 എണ്ണമാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോ ഫസ്റ്റ് ലിയനാർഡോ ഡാവിഞ്ചി ആണ്. ലിയനാർഡോ ഡാവിഞ്ചി. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഡി ഓപ്ഷൻ. ഡി മൊണാലിസ. ഡി മൊണാലിസ. സെക്കൻഡ് മൈക്കൽ ആഞ്ചലോ ആണ്. മൈക്കൽ ആഞ്ചലോ. അതിന്റെ ആൻസർ ഇ ഓപ്ഷൻ. ഇ സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. മൂന്നാമത്തേത് പാബ്ലോ പിക്കാസോ. പാബ്ലോ പിക്കാസോ. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ. എ ഗ്വാർസോൺ അലാപ്പി. ഗ്വാർസോൺ അലാപ്പി. ഫോർത്ത് ക്വസ്റ്റ്യൻ വിൻസെന്റ് വാൻ ഗോഗ്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എഫ് ഓപ്ഷൻ സൺഫ്ലവർ. ആ ഒരു സൺഫ്ലവറിന്റെ പിക്ചർ കണ്ടോ. ഒരു പിക്ചർ ആണ് കേട്ടോ. പെയിന്റിംഗ് പോലത്തെയാണ്. ഏറ്റവും ലാസ്റ്റ് തന്നെ ഫസ്റ്റ് കിടക്കുന്നുണ്ടോ. ലാസ്റ്റില് ഫസ്റ്റ് സൺഫ്ലവർ കണ്ടോ. ഓക്കെ. Then fifth ക്ലോഡ് മോണിറ്റ്. ക്ലോഡ് മോണിറ്റ്. ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ. ബി ആണ്. ബി ഓപ്ഷൻ വാട്ടർ ലില്ലീസ്. വാട്ടർ ലില്ലീസ്. അതിലാണ് നിങ്ങൾക്ക് നടുക്കായിട്ട് അവിടെ കണ്ടോ. വാട്ടർ ലില്ലീസിന്റെ പെയിന്റിംഗ് പോലെ കണ്ടോ. വാട്ടർ ലില്ലീസ്. ക്ലോഡ് മോണിറ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ വാട്ടർ ലില്ലീസ്. വാട്ടർ ലില്ലീസ്. Then sixth ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ. ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ജി ഓപ്ഷൻ. ജി സ്റ്റഡി ആഫ്റ്റർ
വെലാസ്കിസ് പോർട്രേറ്റ് ഓഫ് പോപ്പ്. അതായത് അവിടെ നോക്കിക്കേ, അവിടുത്തെ സെക്കൻഡ് പിക്ചർ, സെക്കൻഡ് കണ്ടോ, സെക്കൻഡ് പിക്ചർ ആണ് സ്റ്റഡി ആഫ്റ്റർ വെലാസ്കിസ് പോർട്രേറ്റ് ഓഫ് പോപ്പ്. ഓക്കെ, ദെൻ ലാസ്റ്റ് റഫൈൻ. റഫൈനിന്റെ ആൻസർ എന്ന് പറയുന്നത് ടീച്ചർ പറയാം, ആൻസർ നോക്കുക. സി ഓപ്ഷൻ, സി മഡോണ. മഡോണ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ കണ്ട ഒരു കുഞ്ഞുമായിട്ടിരിക്കുന്ന മഡോണ. റഫൈൻ ആൻസർ സി ഓപ്ഷൻ മഡോണ. മഡോണ. പിന്നീടോ, അപ്പൊ അതൊന്നുകൂടെ പറയാം, 5 തൊട്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ക്ലോഡ് മോണിറ്റ്. ക്ലോഡ് മോണിറ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ വാട്ടർ ലില്ലീസ്. വാട്ടർ ലില്ലീസ്. 6th ഫ്രാൻസിസ് ബേക്കൺ. ഫ്രാൻസിസ് ബേക്കൺ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ജി ഓപ്ഷൻ സ്റ്റഡി ആഫ്റ്റർ വെലാസ്കിസ് പോർട്രേറ്റ് ഓഫ് പോപ്പ്. 7th റഫൈൽ ആണ്, ആൻസർ സി ഓപ്ഷൻ മഡോണ. ഓക്കെ, ഇത്രയും ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. കാര്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ചില വേർഡ്സ് ടീച്ചർ പറഞ്ഞതുപോലെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് നോക്കി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് ലിയനാർഡോ ഡാവിഞ്ചി, ആൻസർ ഡി ഓപ്ഷൻ മൊണാലിസ. സെക്കൻഡ് മൈക്കൽ ആഞ്ചലോ, ആൻസർ ഇ ഓപ്ഷൻ ഇ സിസ്റ്റീൻ ചാപ്പിൾ സീലിംഗ്. സിസ്റ്റീൻ ചാപ്പിൾ ceiling. Then third Pablo Picasso, answer A option ആണ്, A first option Guasson Alapi. Then fourth Vincent van Gogh, answer എന്ന് പറയുന്നത് F option sunflower. Sunflower. Fifth Claude Monet ആണ്, answer B option water lilies. Water lilies. 6th ഫ്രാൻസിസ് ബേക്കൺ, ആൻസർ എന്ന് പറയുന്നത് ജി ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ സ്റ്റഡി ആഫ്റ്റർ വെലാസ്കിസ് പോർട്രേറ്റ് ഓഫ് പോപ്പ്. ദെൻ 7 റഫൈൽ ആണ്, ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ മഡോണ. ഓക്കെ, അപ്പൊ അതെല്ലാം കൃത്യമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് വായിക്കുക, വായിക്കാൻ മാത്രം പോരാ, അത് എഴുതി പഠിക്കണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ അടുത്ത് ടീച്ചർ എഴുതി പഠിക്കാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തായാലും എഴുതി പഠിച്ചിരിക്കണം. പെട്ടെന്ന് ഒരു ദിവസം അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറയും കേട്ടേ. അപ്പൊ അതുപോലെ ഇതെന്ത് ചെയ്യുക, എഴുതി പഠിക്കുക, വേർഡ്സ് എഴുതി പഠിക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേർഡ്സിന് കഴിവത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി പഠിക്കുക തന്നെ ചെയ്യുക കേട്ടോ. അപ്പൊ അത് സ്പെല്ലിംഗ് പറഞ്ഞു വേണം എഴുതി പഠിക്കാനായിട്ട്. കാരണം ടീച്ചർ സ്പെല്ലിംഗ് ഇവിടെ ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച സോഷ്യലിന്റെ ചാപ്റ്റർ അല്ലെ, സോഷ്യൽ ചാപ്റ്ററിന്റെ ബാക്കിയായിട്ടുള്ള കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്റർ 9 ലൈഫ് ഇൻ ദ സൗത്തേൺ പ്ലേറ്റു. അതിനകത്ത് നമ്മൾ ആദ്യം സൗത്തേൺ പ്ലേറ്റിലുള്ള സ്റ്റേറ്റ്സ് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇത് 3 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ അത് 3 എണ്ണം പഠിച്ചു. അതിനകത്ത് മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ അല്ലേ, ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് ഏതായിരുന്നു? മുംബൈ ആയിരുന്നു അല്ലേ. മഹാരാഷ്ട്രയുടെ പ്രധാനപ്പെട്ട ലാംഗ്വേജ്, ഒരു കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് മറാത്തി ആയിരുന്നു അല്ലേ. ദെൻ സെക്കൻഡ് പറഞ്ഞ കർണാടക. കർണാടകയെ നമ്മൾ വേറൊരു പേരിൽ അറിയപ്പെടുന്നു. കർണാടക ഇറ്റ് ഈസ് കോൾഡ് ദ ഗാർഡൻ സിറ്റി അല്ലേ, പൂന്തോട്ടങ്ങളുടെ നഗരം എന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, കർണാടക അറിയപ്പെടുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പഠിച്ചു കർണാടകയുടെ കാര്യം പറഞ്ഞു. ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കർണാടക എന്ന് പറയുന്നത് ബംഗളൂരു ആണെന്ന് പറഞ്ഞു അല്ലേ. അവിടുത്തെ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് കന്നഡയാണെന്നും പറഞ്ഞു അല്ലേ. ദെൻ പിന്നെ ആന്ധ്രാപ്രദേശ് പറഞ്ഞു. ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിൽ പറഞ്ഞു ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഈസ് ഹൈദരാബാദ് അല്ലേ. ദെൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ സ്പീക്ക് ഇൻ തെലുങ്കു ആൻഡ് ഉറുദു അല്ലേ. തെലുങ്കുവും ഉറുദുവും ഭാഷ അവിടെ എന്തെയ്യുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട് അല്ലയോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തമിഴ്നാടുമാണ്. തമിഴ്നാട്
അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ എടുത്തോ? പേജ് നമ്പർ 321, പേജ് നമ്പർ 321, തമിഴ്നാടു. ഓക്കെ, റെഡി അല്ലേ? നോക്കിക്കോ. തമിഴ്നാടു ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ആന്ധ്രാപ്രദേശ്. അല്ലെ, ആന്ധ്രാപ്രദേശിന്റെ ഏകദേശം തെക്ക് ഭാഗത്തായിട്ടാണ് ഏത് തമിഴ്നാടു സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു. അല്ലെ, ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു ഏതാണ്? ചെന്നൈ. പിന്നെ അണ്ടർലൈൻ ചെയ്യണേ. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു. തമിഴ്നാടിന്റെ തലസ്ഥാന നഗരം എന്നറിയപ്പെടുന്നത് ചെന്നൈ ആണ്. ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അല്ലെ, കൃഷിയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട തൊഴിൽ. അല്ലെ, തൊഴിൽ മാർഗം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫാമിംഗ് ആണ്. ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഓക്കുപേഷൻ, തൊഴിൽ എന്ന് പറയുന്നത് ഫാമിംഗ്, കൃഷി തന്നെ ആണ്. Paddy means rice. Sugarcane, cotton and groundnut are the main crops. അല്ലെ, അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് പാഡി, റൈസ്, അല്ലെ, നെല്ല്. പിന്നെ sugarcane, കരിമ്പ്, cotton, പരുത്തി, groundnut, നിലക്കടല തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്ന വിളകൾ. Tea and coffee is grown along the slopes of the Nilagiri hills. അല്ലെ, നീലഗിരി കുന്നുകളുടെ ചരിവുകളിലായിട്ട്, അല്ലെ, കുന്നുകളുടെ ചരിവുകളിലായിട്ട് ഒരുപാട് ടീ ആൻഡ് കോഫി, ചായ, തേയില കൃഷിയും അതുപോലെ കോഫി, അല്ലെ, കാപ്പി കൃഷിയും ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോ പറഞ്ഞത് തമിഴ്നാടു ഈസ് ലൊക്കേറ്റഡ് ടു ദ സൗത്ത് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിന്റെ ഏകദേശം തെക്കു ഭാഗത്തായിട്ടാണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നത്. ചെന്നൈ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു. ചെന്നൈ, അല്ലെ, ക്യാപിറ്റൽ സിറ്റി ഓഫ് തമിഴ്നാടു. തമിഴ്നാടിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ചെന്നൈ ആണ്. ഫാമിംഗ് ഈസ് ദ മെയിൻ ഓക്കുപേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഫാമിംഗ്, കൃഷിയാണ്. പാഡി, sugarcane, cotton and groundnut are the main crops. എന്താണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ചെയ്യുന്ന വിളകൾ എന്ന് പറഞ്ഞാൽ നെല്ല്, കരിമ്പ്, പരുത്തി, നിലക്കടല തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ. ടീ ആൻഡ് കോഫി ഈസ് ഗ്രോൺ അലോങ് ദ സ്ലോപ്സ് ഓഫ് ദ നീലഗിരി ഹിൽസ്. അല്ലെ, അതുപോലെ തന്നെ ടീ, തേയിലയും അതുപോലെ കാപ്പിയും ഒക്കെ ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് തമിഴ്നാടു ഈസ് ഫേമസ് ഫോർ ടെമ്പിൾസ്. അല്ലെ, തമിഴ്നാടു എന്ന് പറയുന്നത് ഒരുപാട് നല്ല പ്രസിദ്ധമായ ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നതാണ് ഇവിടെ തമിഴ്നാട്ടിൽ. The main temple towns are Chennai, Madurai, Tanjavur, തിരുച്ചിറപ്പള്ളി ആൻഡ് കാഞ്ചീപുരം. അല്ലെ, പ്രധാനപ്പെട്ട ഇതുപോലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ്? ചെന്നൈ, മധുരൈ, തഞ്ചാവൂർ, പിന്നെ അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ആൻഡ് കാഞ്ചീപുരം. ഇവിടെയൊക്കെ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. The state is famous for silk sarees. അല്ലെ, ഒരുപാട് നല്ല സിൽക്ക്, അല്ലെ, സിൽക്ക് മീൻസ് എന്താണ്? പട്ട്, അല്ലെ, പട്ട് സാരികൾ ഒരുപാട് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഈ തമിഴ്നാടു എന്ന് പറയുന്നത്. കാഞ്ചീപുരം ആൻഡ് മധുരൈ ആർ ദ സെന്റേഴ്സ് ഫോർ സിൽക്ക് വീവ്. അല്ലെ, പട്ടുനൂൽ നെയ്ത്ത്, ഇതുപോലെ പട്ടുനൂല് നെയ്തിനല്ലേ സാരിയൊക്കെ നെയ്തെടുക്കുന്നത്. അപ്പൊ ഇതുപോലെ ഈ പട്ടുനൂൽ നെയ്ത്തിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള കേന്ദ്രം, അല്ലെ, പട്ടുനൂൽ വ്യവസായം, അല്ലെ, ഒരുപാടുള്ളത് എവിടൊക്കെയാണ്? കാഞ്ചീപുരം, മധുരൈ, ഇവിടെയൊക്കെ ഒരുപാട് ഇതുപോലെ പട്ടുനൂൽ കേന്ദ്രങ്ങൾ, പട്ടുനൂൽ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ സാരി, നല്ല നല്ല പട്ട് സാരിയൊക്കെ ഒരുപാട് ഈ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. Most people of the state speaks Tamil. അല്ലെ, അവിടുത്തെ ആളുകൾ, ഭൂരിഭാഗം ആളുകളും സംസാരിക്കുന്ന കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. ഭരതനാട്യം ഈസ് ദ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. അല്ലെ, ഭരതനാട്യം. പൊങ്കൽ ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ ആളുകൾ ഒരുപോലെ ആഘോഷിക്കുന്ന വലിയൊരു ഫെസ്റ്റിവൽ, ഒരു ആഘോഷമാണ് എന്ത്? പൊങ്കൽ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ പൊങ്കൽ. People of the state prefer to eat rice, idli, dosha, upma, sambar and curd. അവിടുത്തെ ആളുകൾ കൂടുതലും കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് റൈസ്, ചോറ്, ഇഡ്ലി, ദോശ, ഉപ്മ, നമ്മുടെ ഉപ്പുമാവ്,
പിന്നെ സാമ്പാർ ആൻഡ് കേർഡ് മീൻസ് തൈര് അല്ലെ, നല്ല തൈര്. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് പറയാം, സെക്കൻഡ് പാരഗ്രാഫോട്ട് പറയുകയാണ്, തമിഴ്നാട് ഈസ് ഫേമസ് ഫോർ ടെമ്പിൾസ്. The main temple towns are Chennai, Madurai, Tanjavur, Tiruchirappalli and Kanchipuram. അല്ലേ, ഒരുപാട് വലിയ വലിയ ക്ഷേത്രങ്ങൾക്ക് പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തമിഴ്നാട്. അങ്ങനെ ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട നഗരങ്ങൾ എവിടൊക്കെയാണ്? സിറ്റീസ് ഏതൊക്കെയാണ്? ചെന്നൈ, മധുരൈ, തഞ്ചാവൂർ, അതുപോലെ തന്നെ തിരുച്ചിറപ്പള്ളി ആൻഡ് കാഞ്ചീപുരം. The state is famous for silk sarees. ഒരുപാട് നല്ല പട്ട് സാരികൾ നെയ്ത്ത് കിട്ടുന്ന നല്ല പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് എന്ത്? തമിഴ്നാട്. കാഞ്ചീപുരം ആൻഡ് മധുരൈ ആർ ദ സെന്റേഴ്സ് ഫോർ സിൽക്ക് ബീഡ്സ്. അല്ലെ, പട്ടുനൂൽ ഇതുപോലെ ഉത്പാദിപ്പിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. അത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കാഞ്ചീപുരം, മധുരൈ എന്നിവിടങ്ങളിലാണ് ഉള്ളത്. മോസ്റ്റ് പീപ്പിൾ ഓഫ് സ്റ്റേറ്റ് സ്പീക്സ് തമിഴ്. അവിടുത്തെ ആളുകൾ ഭൂരിഭാഗം സംസാരിക്കുന്നത് എന്താണ്? തമിഴാണ്. ഭരതനാട്യം ഈസ് ദ ട്രഡീഷണൽ ഡാൻസ് ഫോം ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപം എന്ന് പറയുന്നത് ഭരതനാട്യമാണ്. പൊങ്കൽ ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് ദ സ്റ്റേറ്റ്. അവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷം എന്ന് പറയുന്നത് പൊങ്കലാണ്. പീപ്പിൾ ഓഫ് ദ സ്റ്റേറ്റ് പ്രിഫർ ടു ഈറ്റ് റൈസ്, ഇഡ്ലി, ദോശ, ഉപ്മ, സാമ്പാർ ആൻഡ് കേർഡ്. അവിടുത്തെ ആളുകൾ കൂടുതലും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുന്നത് റൈസ്, ചോറ്, ഇഡ്ലി, ദോശ, ഉപ്മ, സാമ്പാർ ആൻഡ് കേർഡ്, തൈര് തുടങ്ങിയവയാണ്. ഓക്കെ, ഇനി പറയുന്നത് ഇന്നത്തെ ക്ലാസ് നമ്മൾ സെക്കൻഡ് പഠിക്കാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ഓക്കെ, മധ്യപ്രദേശ് ഈസ് ദ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. അല്ലെ, ഇന്ത്യയിലെ ഒരു കേന്ദ്രീകൃത സംസ്ഥാനമാണ് എന്ന് പറയുന്നത് മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഭോപ്പാൽ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഭോപ്പാൽ ആണ്. അണ്ടർലൈൻ ചെയ്യുക, ഭോപ്പാൽ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഭോപ്പാലാണ്. അതർ ബിഗ് സിറ്റീസ് ഇൻക്ലൂഡ് ഗ്വാളിയർ, ഇൻഡോർ ആൻഡ് ജബൽപൂർ. അല്ലെ, അതുകൂടാതെ അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് വലിയ സിറ്റീസ്, നഗരങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളാണ് ഗ്വാളിയർ, ഇൻഡോർ ആൻഡ് ജബൽപൂർ. Then Panchmari is the beautiful hill station. അല്ലെ, ഹിൽ സ്റ്റേഷൻ, കുന്ന്, അല്ലെ, കുന്നുള്ള സ്ഥലമാണ് ഏത്? അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ, ഫേമസ് ഹിൽ സ്റ്റേഷൻ, ഒരുപാട് ടൂറിസം ഒക്കെ ഉള്ള ഹിൽ സ്റ്റേഷൻ ആണ് പഞ്ച്മറി എന്ന് പറയുന്നത്. ലാർജ് ഏരിയാസ് ഇൻ മധ്യപ്രദേശ് ആർ കവേർഡ് വിത്ത് ഫോറസ്റ്റ്. അല്ലെ, അവിടുത്തെ മധ്യപ്രദേശിലെ ഭൂരിഭാഗം സ്ഥലങ്ങളും എന്താണ്? വലിയ കാട്, ഫോറസ്റ്റ്, അല്ലെ, വലിയ കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. The Kanha National Park and the Gir National Park എന്ന് പറഞ്ഞാൽ ടൈഗർ റിസർവേഷൻ, ഒരുപാട് ടൈഗർ ഉള്ള രണ്ട് നാഷണൽ ദേശീയ ഉദ്യാനങ്ങളാണ് മധ്യപ്രദേശിലെ ഫേമസ് ആയിട്ടുള്ള രണ്ട് ദേശീയ ഉദ്യാനങ്ങളാണ് കൻഹ നാഷണൽ പാർക്കും അതുപോലെ തന്നെ ബാന്ധവ്ഗവ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും എന്ന് പറയുന്നത് എന്താണ്? ടൈഗർ റിസർവ്സ് ആണ്. അല്ലെ, ടൈഗറിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതാണ് അവിടുത്തെ ദേശീയ ഉദ്യാനത്തിന്. Then the temples of Khajuraho built by the Chandela kings are world famous. അല്ലെ, ചന്ദേല രാജാക്കന്മാർ നിർമ്മിച്ച ഈ ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രം, ദാറ്റ് ഈസ് ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. അതിന്റെ കണ്ടോ ഒരു പിക്ചർ കണ്ടോ? ഇതാണ് എന്ത്? ഖജുരാഹോ ടെമ്പിൾ. ഖജുരാഹോ ടെമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് പണ്ടുള്ള ചന്ദേല രാജാക്കന്മാർ, ചന്ദേല കിങ്സ്, ചന്ദേല രാജാക്കന്മാർ നിർമ്മിച്ച പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഖജുരാഹോ ടെമ്പിൾ എന്ന് പറയുന്നത്. എമറാൾഡ്സ്, പന്ന, നോൺ ഫോർ ഡയമണ്ട് മൈൻസ് ആർ ഫൗണ്ട് ഹിയർ. നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലെ. എമറാൾഡ്സ്, പന്ന, അതായത് വജ്രഖനനം, വജ്രം, അല്ലെ, വജ്രം കുഴിച്ചെടുക്കുന്നതാണ് എന്ത്? എമറാൾഡ്സ് അല്ലെങ്കിൽ പന്ന എന്ന് പറയുന്ന വജ്രഖനി കേട്ടോ. അപ്പൊ അവിടെ എന്താണ്? ഒരുപാട് ആ സ്ഥലത്ത് നിന്ന് ഒരുപാട് വജ്രം, ഡയമണ്ട് നമ്മൾ ഖനനം ചെയ്തെടുക്കും. വീറ്റ് ആൻഡ് കോട്ടൺ ആർ ദ മെയിൻ ക്രോപ്സ്. അല്ലെ, വീറ്റ്, ഗോതമ്പ്, അതുപോലെ പരുത്തി തുടങ്ങിയവയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ഈസ് ദ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു കേന്ദ്രീകൃത സംസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്? മധ്യപ്രദേശ് എന്ന് പറയുന്നത്. ഭോപ്പാൽ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി
സിറ്റി ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് ഭോപ്പാൽ ആണ്. അതർ ബിഗ് സിറ്റീസ് ഇൻക്ലൂഡ് ഗ്വാളിയർ, ഇൻഡോർ ആൻഡ് ജബൽപൂർ. അല്ലെ, അവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് വലിയ നഗരങ്ങൾ സിറ്റീസ് ആണ് ഏതൊക്കെ? ഗ്വാളിയർ, ഇൻഡോർ ആൻഡ് ജബൽപൂർ. Then Panchmari is the beautiful hill station. അവിടുത്തെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷൻ, ഒരു ടൂറിസം പ്ലേസ് ആണ് എന്തെന്ന് പറയുന്നത്? പഞ്ച്മറി എന്ന് പറയുന്നത്. Okay. Large areas in Madhya Pradesh are covered with forest. മധ്യപ്രദേശിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും വലിയ കാടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. പറഞ്ഞത് the Kanha National Park and the Bandhavgarh National Park are important tiger reserves. അല്ലേ, അതായത് നമ്മൾ പറഞ്ഞ മധ്യപ്രദേശിലെ തന്നെ പ്രധാനപ്പെട്ട ടൈഗർ റിസർവ് അല്ലെ, അതായത് ദേശീയ ഉദ്യാനങ്ങളാണ് ഏതൊക്കെ? കൻഹ നാഷണൽ പാർക്കും ബന്ധാവർ നാഷണൽ പാർക്കും. The temples of Khajuraho built by the Chandela kings are world famous. അല്ലെ, ചന്ദേല രാജാക്കന്മാർ നിർമ്മിച്ചിട്ടുള്ള ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രം ലോക പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. എമറാൾഡ്സ്, പട്ന, known for the diamond mines are found here. അല്ലെ, അതായത് ഡയമണ്ട് വജ്രം ഖനനം ചെയ്തെടുക്കുന്ന സ്ഥലമായിട്ടുള്ള എമറാൾഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ പട്ന എന്ന് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ മധ്യപ്രദേശിലാണ്. Then wheat and cotton are the main crops. അടുത്ത പ്രധാനപ്പെട്ട കൃഷിയിനങ്ങൾ ഗോതമ്പും പരുത്തിയും ആണ്. Okay. പറയുന്നത് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡ് lies to the south of the Chota Nagpur Plateau. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ ഛത്തീസ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്. അല്ലെ, ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏകദേശം തെക്ക് ഭാഗത്തായിട്ടാണ് ഈ ഛത്തീസ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്. റായ്പൂർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് റായ്പൂർ ആണ്. റായ്പൂർ, RAIPUR, റായ്പൂർ. The land, particularly the മഹാനദി ബസിൻ ഈസ് വെരി ഫെർട്ടൈൽ. അല്ലെ, മഹാനദി എന്താണ് പറയുന്നത്? ഈ ഇവിടുത്തെ ഭൂമി അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലെ ഭൂമിയുടെ ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മഹാനദി തടം അല്ലെ, വളരെയധികം ഫലപുഷ്ടിയുള്ള മഹാനദി തടം അല്ലെ. മഹാനദി തടം വളരെ ഫലപുഷ്ടിയുള്ള ഒരു സമതല ഇതിന്റെ അടുത്തൂടാണ് പോകുന്നത്. The land, particularly the Mahanadi basin, മഹാനദി തടം അല്ലെ, മഹാനദി ഒഴുകി പോകുന്ന സൈഡിലുള്ള സ്ഥലങ്ങൾ അല്ലെ, അത് എന്താണ് വളരെയധികം ഫലപുഷ്ടിയുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. The major crops grown here are paddy, linseed, betel and watermelon. പ്രധാനപ്പെട്ട കൃഷിയിനങ്ങളാണ് പാഡി, ലൈൻസീഡ്, ബീറ്റൽ. ബീറ്റൽ മീൻസ് വെറ്റില കേട്ടോ, നമ്മുടെ വെറ്റിലയില്ലേ, അപ്പോൾ വെറ്റിലയാണ് പറയുന്നത്. ആൻഡ് വാട്ടർമെലൻ. വാട്ടർമെലൻ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തങ്ങ. ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്ന പ്രധാനപ്പെട്ട കൃഷിയിനങ്ങൾ. The state is very rich in minerals such as coal, iron and manganese. അല്ലെ, അതായത് ഇവിടെ ഒരുപാട് മിനറൽസ്, ഒരുപാട് ധാതു വിഭവങ്ങൾ മണ്ണിലുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? such as coal, coal means കൽക്കരി, then iron ഇരുമ്പ്, and manganese അല്ലെ, manganese. ഇതൊക്കെ ഇവിടെ ഒരുപാട് കിട്ടുന്ന ധാതുക്കളാണ്, അവിടുത്തെ മണ്ണിൽ നിന്ന് കിട്ടുന്ന ധാതുക്കളാണ് അല്ലെ. ഇവിടെ പറഞ്ഞു, ഓൾറെഡി ഇതിന് മുന്നേ പറഞ്ഞു, മഹാനദി തടം അല്ലെ, ആ വഴി പോകുന്നുണ്ട്. അവിടുത്തെ മണ്ണെന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ, വളരെ ഫലപുഷ്ടിയുള്ളതാണെന്ന് പറഞ്ഞു അല്ലെ. Then Bhilai is the famous for its steel plant. അതെ, ഇവിടെ പിക്ചർ കാണിക്കുന്നുണ്ട്. Bhilai കണ്ടോ, സ്റ്റീൽ പ്ലാന്റ് ആണ്. സ്റ്റീൽ പ്ലാന്റ്, അതായത് സ്റ്റീൽ പ്ലാന്റ്, സ്റ്റീലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യാവസായിക ശാലയാണ് അല്ലേ ഭിലായി. കണ്ടോ, അപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ് ലൈസ് ടു ദ സൗത്ത് ഓഫ് ദ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു അല്ലെ. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏകദേശം എവിടെയാണ്? തെക്കു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഛത്തീസ്ഗഡ് സ്ഥിതി ചെയ്യുന്നത്. റായ്പൂർ ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് റായ്പൂർ ആണ്. The land, particularly the Mahanadi basin, is very fertile അല്ലെ. അതായത് നമ്മുടെ അവിടുത്തെ ഭൂമി എന്ന് പറയുന്നത് എന്താണ്? വളരെ ഫലപുഷ്ടിയുള്ള മണ്ണാണ്. കാരണം എന്ന് വെച്ചാൽ മഹാനദി തടം ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് അവിടുത്തെ മണ്ണിന് വളരെ ഫലപുഷ്ടിയുള്ളതാണ്. The major crops grown here are paddy, linseed, betel and watermelon അല്ലെ. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷിയിനങ്ങളാണ് പാഡി, ലൈൻസീഡ്, ബീറ്റൽ, വാട്ടർമെലൻ. The state is very rich in minerals such as coal, iron and manganese അല്ലെ. അതായത് അവിടുത്തെ മണ്ണിൽ ഒരുപാട് ധാതുക്കളുടെ അംശം ഒരുപാടുണ്ട്. ഏതൊക്കെയാണ്? such as coal കൽക്കരി, iron ഇരുമ്പ് and manganese.
Pillai is famous for its steel plant. പ്രധാനപ്പെട്ട ഒരു സ്റ്റീൽ പ്ലാന്റ് ആണ് പിലായി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയായപ്പോൾ നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ എക്സസൈസ് ആണ്. അപ്പം ആദ്യം പറയാൻ പോകുന്നത് എക്സസൈസിനകത്ത് ഡിഫൈൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് പറയുന്നതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം പറയാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അണ്ടർലൈൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിനകത്ത് കുറേ പോയിന്റ്സ് കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് ഫില്ലപ്പ് ആയിട്ടും മാച്ച് ദി ഫോളോയിങ് ആയിട്ടും ചൂസ് ദി കറക്റ്റ് ആൻസേഴ്സ് ആയിട്ടും സേ ട്രൂ ഓർ ഫാൾസ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. സോ നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. പിന്നെ ആദ്യം പറയാൻ പോകുന്നത് ഡിഫൈൻ കന്നഡ. കണ്ടോ, ഫസ്റ്റ് പറയുന്നത് കന്നഡയാണ്. അപ്പൊ ടീച്ചർ താണ്ടി ഇവിടെ അതിന്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കി എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ട് ചാപ്റ്ററിന്റെ പേര് എഴുതുക. ചാപ്റ്റർ 9. എന്താണ് ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് അറിയാമായിരുന്നല്ലോ. ലൈഫ് ഇൻ ദ സൗത്തേൺ പ്ലേറ്റോ എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ഡിഫൈൻ എന്ന ഹെഡിങ് എഴുതിയിട്ട് എ എന്ന നമ്പർ ഇടുക. നമ്പർ ഇട്ടിട്ട് കന്നഡ എന്ന് കൊടുത്തിട്ട് ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നോക്കി എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിനകത്തോട്ട് എഴുതുക. എഴുതിയോ? സെക്കൻഡ് പറയുന്നത് ലാവ. എന്താണ് ലാവ അല്ലേ? ലാവ എന്താന്ന് നോക്കിയേ, ഇതാ പിക്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കണേ. അത് എഴുതിയല്ലോ. ലാസ്റ്റ് പറയുന്നത് പിലാഗ്രിമേജ്. പിലാഗ്രിമേജ്. ഓക്കെ, എഴുതിയോ? ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അവിടെ ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ടീച്ചർ ഈ വീഡിയോയുടെ ബാക്കിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതി ആൻസറും എന്ത് ചെയ്യുക, നോട്ട്ബുക്കിനകത്തോട്ട് എഴുതി എടുക്കുക. ഓക്കെ ഓക്കെ, ഇനിയുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഗിവൻ ബിലോ. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ടെമ്പിൾസ് ഓഫ് ഖജുരാഹോ were built by the dash king. അല്ലെ, ഖജുരാഹോ ക്ഷേത്രം അല്ലെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. മധ്യപ്രദേശിലെ ഏത് രാജാക്കന്മാരായിരുന്നു ഈ ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രം നിർമ്മിച്ചത്? ചന്ദേല കിങ്സ് അല്ലെ. അപ്പൊ അവിടെ ചോദിച്ചിരിക്കുന്നത് the temples of Khajuraho were built by the dash kings. അല്ലെ, ഖജുരാഹോ എന്ന് പറയുന്ന ക്ഷേത്രം ഏത് രാജാവ്, ഏത് രാജവംശത്തിലുള്ള രാജാക്കന്മാരാണ് നിർമ്മിച്ചതാണ്? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, ചന്ദേല. The temples of Khajuraho were built by the Chandela kings. സെക്കൻഡ് ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷൻ. കണ്ടോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. Dash is the most popular dance form of Maharashtra. Dash is a popular dance form of Maharashtra. അല്ലെ, മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായിട്ടുള്ള നൃത്തരൂപം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഒന്നാമത്തെ ഓപ്ഷൻ ആണ് ലാവണി. ലാവണി. ലാവണി is a popular dance form of Maharashtra. മഹാരാഷ്ട്രയിലെ പ്രസിദ്ധമായിട്ടുള്ള നൃത്തം ഏതാണ്? ലാവണി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Dash is the largest producer of tobacco in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടൊബാക്കോ അതായത് പുകയില കൃഷി ചെയ്യുന്നത് ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് is the largest producer of tobacco in India. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുകയില കൃഷി ചെയ്യുന്ന സ്റ്റേറ്റ്, സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. Then fourth question. Dash is called the garden city. ഏതിനെയാണ് ഗാർഡൻ സിറ്റി, പൂന്തോട്ട നഗരം എന്ന് അറിയപ്പെടുന്നത്? ഏതിനാണെന്നാണ് ചോദിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ആയിരുന്നു ഗാർഡൻ സിറ്റി എന്ന് അറിയപ്പെടുന്നത്? കർണാടക അല്ലെ. കർണാടകയിലെ ക്യാപിറ്റൽ സിറ്റി
ചെയ്തായിരുന്നു the capital city of Karnataka is ബംഗളൂരു അല്ലെ ബംഗളൂരു ആണ് കർണാടകയുടെ ക്യാപിറ്റൽ സിറ്റി അല്ലെ ആ ബംഗളൂരുവിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത് ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്നത് പൂന്തോട്ട നഗരം എന്ന് അറിയപ്പെടുന്നത് സോ ആൻസർ എന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷൻ ആണ് ബംഗളൂരു ബംഗളൂരു then fifth question dash is a center for silk weaving in Tamil Nadu അല്ലെ പട്ട് നെയ്ത്ത് കേന്ദ്രം അല്ലെ പട്ട് നന്നായിട്ട് പട്ട് സാരിയൊക്കെ ഒരുപാട് ഉണ്ടാക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പഠിച്ചു തമിഴ്നാട്ടിലാണെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാണ് അത് പഠിച്ചത് കാഞ്ചീപുരം ആൻഡ് മധുരൈ അല്ലെ കാഞ്ചീപുരവും മധുരയും ആണ് പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രങ്ങൾ കൂടുതലുള്ളത് നമ്മൾ പഠിച്ചു ആൻസർ മൂന്നാമത്തെ ഓപ്ഷൻ കാഞ്ചീപുരം കാഞ്ചീപുരം എഴുതിയോ 5 ക്വസ്റ്റ്യൻ ആയിരുന്നു ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ടെമ്പിൾസ് ഓഫ് ഖജുരാഹോ വെയർ ബിൽറ്റ് ബൈ ദ ചന്ദേല കിങ്സ് ചന്ദേല CHANDELA ചന്ദേല കിങ്സ് സെക്കൻഡ് ഡാഷ് ഈസ് എ പോപ്പുലർ ഡാൻസ് form of Maharashtra answer Lavani 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 third question dash is the largest producer of tobacco in India answer Andhra Pradesh fourth the Bengaluru is called the garden city fifth question Kanchipuram is a center for silk weaving in Tamil Nadu okay then അടുത്ത റൈറ്റ് ട്രൂ ഓർ ഫാൾസ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാരാഷ്ട്ര ഈസ് എ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത സംസ്ഥാനമാണെന്നാണോ നമ്മൾ പഠിച്ചത് ആണോ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മഹാരാഷ്ട്ര ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ ഡെക്കാൻ പ്ലേറ്റു ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് മഹാരാഷ്ട്ര സ്ഥിതി ചെയ്യുന്നത് എന്ന് പഠിച്ചു ഇവിടെ പറയുന്നത് മഹാരാഷ്ട്ര ഈ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഒരു എന്താണ് ഇന്ത്യയുടെ ഒരു കേന്ദ്രീകൃത സംസ്ഥാനമാണെന്നാണ് പഠിച്ചത് അങ്ങനെയായിരുന്നോ മധ്യപ്രദേശ് ആണ് ഇന്ത്യയുടെ ഒരു കേന്ദ്രീകൃത സംസ്ഥാനം എന്ന് പറഞ്ഞത് അല്ലെ ഇവിടെ മഹാരാഷ്ട്രയാണ് പറയുന്നത് അപ്പൊ ആൻസർ ശരിയാണോ തെറ്റാണോ തെറ്റാണ് സോ ആൻസർ ഫാൾസ് ഫാൾസ് സെക്കൻഡ് പൊങ്കൽ ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാട് തമിഴ്നാട്ടിലെ ഒരു പ്രധാന ആഘോഷമാണ് പൊങ്കൽ ശരിയാണ് അല്ലേ സോ ആൻസർ ട്രൂ ട്രൂ third question Ganesha Chaturthi is a popular festival of Maharashtra നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു അല്ലേ ഗണേശ ചതുർത്ഥി is the most popular festival in the മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം തന്നെയാണ് ഗണേശ ചതുർത്ഥി ആൻസർ ട്രൂ ട്രൂ then fourth question Sundargarh National Park is a famous tiger reserve നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ ഇന്ന് നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ മധ്യപ്രദേശില് അവിടുത്തെ ടൈഗർ റിസർവ് നാഷണൽ പാർക്ക് അല്ലെ ദേശീയ ഉദ്യാനങ്ങളാണ് കൻഹ നാഷണൽ പാർക്കും ബാന്ധവ്ഗഡ് നാഷണൽ പാർക്കും അല്ലെ അതൊരു ടൈഗർ റിസർവ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ബാന്ധവ്ഗഡ് നാഷണൽ പാർക്ക് ഈസ് എ ഫേമസ് ടൈഗർ റിസർവ് ശരിയാണ് സോ ആൻസർ ട്രൂ ട്രൂ ലാസ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ Tea and coffee is grown along the slopes of Nilagiri hills in Tamil Nadu. അല്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ തമിഴ്നാടിന്റെ കാര്യം പഠിച്ചു നീലഗിരി കുന്നുകളുടെ ചരിവുകളിലാണ് എന്ത് കൂടുതൽ തേയില കൃഷിയും അതുപോലെ കാപ്പി കൃഷിയും ഒക്കെ കൂടുതൽ ചെയ്യുന്നത് അല്ലെ നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത് തമിഴ്നാടുവിലാണ് നമ്മൾ പഠിച്ചു അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അല്ലേ അതുകൊണ്ട് ആൻസർ എന്താണ് ട്രൂ ട്രൂ അത് 5 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ മഹാരാഷ്ട്ര ഈസ് എ സെൻട്രലി ലൊക്കേറ്റഡ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ആൻസർ ഫാൾസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പൊങ്കൽ ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് തമിഴ്നാടു ആൻസർ ട്രൂ തേർഡ് ക്വസ്റ്റ്യൻ ഗണേശ ചതുർത്ഥി ഈസ് എ പോപ്പുലർ ഫെസ്റ്റിവൽ ഓഫ് മഹാരാഷ്ട്ര ആൻസർ ട്രൂ fourth question the Bandhavgarh National Park is a famous tiger reserve answer true fifth last question
Tea and coffee is grown along the slopes of Nilagiri Hills in Tamil Nadu. Answer true. Okay. Okay, then next multiple choice questions ആണ്. Tick the correct options. അല്ലേ? Question വായിച്ചു നോക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് താഴെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായിട്ടുള്ള ആൻസർ ഏതാണോ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ പെൻസിൽ കൊണ്ട് ടിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ച്മറി ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ ഡാഷ്. എവിടെയായിരുന്നു? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. പഞ്ച്മറി ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ വിച്ച് സ്റ്റേറ്റ്? സെക്കൻഡ് ഓപ്ഷൻ മധ്യപ്രദേശ്. മധ്യപ്രദേശ്. സെക്കൻഡ് ഓപ്ഷൻ മധ്യപ്രദേശ്. ആ മധ്യപ്രദേശിനടുത്തൊരു ബോക്സ്, ചെറിയ ബോക്സ് ഉണ്ട്, അവിടെ ടിക്ക് ചെയ്യുക കേട്ടോ. മധ്യപ്രദേശ്. Then second question, the capital city of Andhra Pradesh is dash. Capital city of Andhra Pradesh ഏതായിരുന്നു? ഏതാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന നഗരം? ഏതാണ്? സെക്കൻഡ് ഓപ്ഷൻ ഹൈദരാബാദ്. സെക്കൻഡ് ഓപ്ഷൻ ഹൈദരാബാദ്. Then third question, Tamasha is a popular dance drama in dash. തമാശ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലെ ഒരു നൃത്ത നാടക രൂപമാണ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. നൃത്ത നാടകം ഏത് സ്റ്റേറ്റിലായിരുന്നു തമാശ എന്ന് പറയുന്നത്? ആൻസർ മഹാരാഷ്ട്ര. തേർഡ് ഓപ്ഷൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. Then fourth question, Kolar mines are famous for dash. കോലാർ ഖനി അല്ലെ എന്ന് പറയുന്നത് എന്ത് കൂടുതൽ ഖനനം ചെയ്തെടുക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടുന്ന് എന്താണ് കൂടുതൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന മണ്ണിൽ നിന്നും? ഗോൾഡ് അല്ലെ, സ്വർണം അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻ ഗോൾഡ്. ഗോൾഡ് ചെയ്തോ? അപ്പൊ 4 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പഞ്ച്മർഹി ഈസ് എ ബ്യൂട്ടിഫുൾ ഹിൽ സ്റ്റേഷൻ ഇൻ മധ്യപ്രദേശ്. Madhya Pradesh. Second question, the capital city of Andhra Pradesh is Hyderabad. The capital city of Andhra Pradesh is Hyderabad. Third question, Tamasha is a popular dance drama in Maharashtra. Tamasha is a popular dance drama in Maharashtra. The last fourth question, Kolar mines are famous for gold. Kolar mines are famous for gold. Okay. Okay, then ഇത്രയും നമ്മൾ പഠിച്ചപ്പോൾ ഈ നമ്മുടെ ചാപ്റ്റർ 9 ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 സ്റ്റേറ്റ്സ് ആയിരുന്നു പഠിച്ചത്. ഏതൊക്കെയാണെന്ന് അറിയാലോ? തമിഴ്നാടു, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് അല്ലേ? അപ്പോൾ അത് 3 പഠിച്ചു. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കാനായിട്ട്. പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഈ ചാപ്റ്ററിന്റെ എക്സസൈസ് ഡിഫൈൻ ദി ഫോളോയിങ് ചെയ്തിട്ടുണ്ട്, ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, ഫില്ലപ്പ്, ട്രൂ ഓർ ഫാൾസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് പഠിക്കാൻ കുറച്ചുണ്ട്. അപ്പം അത് എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് തെറ്റിക്കാതെ നോട്ട്സ് അല്ല ആദ്യം എന്ത് ചെയ്യുക? നോട്ട്ബുക്കിനകത്തോട്ട് എഴുതിയെടുക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് തന്നെ പഠിക്കാം കേട്ടോ. റിവ്യൂവിന് വിളിക്കുമ്പോൾ ടീച്ചർ നേരത്തെ ചോദിക്കുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം അത് പറയണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ, ഫില്ലപ്പ് ആണെങ്കിലും എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കാം. ക്വസ്റ്റ്യൻസസ് ഒക്കെ ഒരു 3 വട്ടം വെച്ച് കമ്പൽസറി എഴുതി തന്നെ പഠിക്കാം. ഓക്കെ ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇത്രയും പഠിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, then thank you. Good morning. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? നമുക്ക് കുറച്ച് കമ്പ്യൂട്ടർ സ്റ്റഡി ചെയ്താലോ? എല്ലാം റെഡി അല്ലേ? നമ്മൾ ഏത് ചാപ്റ്ററാണ് സ്റ്റഡി
ചെയ്തുകൊണ്ടിരുന്നത്? വർക്കിംഗ് വിത്ത് മൈ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? എന്തൊക്കെയാണ് നമ്മൾ അതിൽ പഠിച്ചത്? ടീച്ചറിന് പറഞ്ഞു തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ആ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തത്? മറന്നുപോയോ എല്ലാവരും? ഒന്ന് പറഞ്ഞു തന്നെ. നമ്മൾ കമ്പ്യൂട്ടറിൽ എന്താണ് കുറെ ഡ്രൈവ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ? കമ്പ്യൂട്ടറിൽ കുറെ ഡ്രൈവ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അതിനെല്ലാം നമ്മൾ ഓരോ ലെറ്റേഴ്സ് കൊണ്ട് അതിന്റെ പേര് പറയുന്നത്. ഏതൊക്കെയായിരുന്നു അത്? സി, ഡി, ഇ, എഫ്. അങ്ങനെ 4 ലെറ്റർ നമ്മൾ പറഞ്ഞു. ആ ഓരോ ലെറ്ററിനും നമ്മൾ ഓരോ പേര് പറഞ്ഞു അല്ലേ? സി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോക്കൽ ഡിസ്ക്. ഡിയും ഇയും എന്താണ്? ന്യൂ വോളിയം. DVD RW ഡ്രൈവ് ആണ് എന്ത്? എഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ഡ്രൈവ് കമ്പ്യൂട്ടറിലുണ്ട് നമ്മൾ പഠിച്ചു. പിന്നെ ഫയലും ഫോൾഡറും എന്താണ് സ്റ്റഡി ചെയ്തു. എന്തായിരുന്നു ഫയല്? എന്തായിരുന്നു ഫയല്? എന്താ? എ ഫയൽ ഈസ് എ പ്ലേസ് വേർ ഡേറ്റ ആർ സ്റ്റോർ. അല്ലേ? ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസ് ആണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത് അല്ലേ? അങ്ങനല്ലേ നമ്മൾ പറഞ്ഞത്? ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്ലേസിനെയാണ് നമ്മൾ ഫയൽ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഫയൽ എന്ന് പറഞ്ഞേ. ഫയൽസ് ആർ ഡിഫറെന്റ് കൈൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? ഡോക്യുമെന്റ് ഫയല്, സൗണ്ട് ഫയല്, പിക്ചർ ഫയല്, പ്രോഗ്രാം ഫയല്, അങ്ങനെ കുറെ ഫയൽസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ഫയൽ എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞു. എവിടെയായിരുന്നു? ഫയൽ ക്യാൻ ബി സ്റ്റോർ ഓൺ എ ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി ഡിസ്ക് ഓർ CD. CD-യിലോ ഹാർഡ് ഡിസ്കിലോ ഫ്ലോപ്പി ഡിസ്കിലാണ് നമ്മൾ ഈ ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അടുത്ത നമ്മൾ ഫോൾഡർ എന്താന്ന് പഠിച്ചു ഇല്ലേ? നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിൽ തൗസൻഡ്സ് ഓഫ് ഫയലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് അല്ലേ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോൾഡർ എന്തിനു യൂസ് ചെയ്യുന്നു? എ ഫോൾഡർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ എ ഗ്രൂപ്പ് ഓഫ് ഫയൽസ് ഓഫ് ദ സെയിം ടോപ്പിക്. അപ്പൊ നമ്മൾ എന്താണ്? സെയിം ടോപ്പിക്കിലുള്ള കുറെ ഗ്രൂപ്പ് ഓഫ് ഫയൽസിനെ നമ്മൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഫോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഫയലും ഫോൾഡർ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ക്രിയേറ്റിംഗ് എ ഫോൾഡർ. ഒരു ഫോൾഡർ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? പിന്നെന്താണ്? ഓപ്പണിംഗ് എ ഫയൽ ഓഫ് ഫോൾഡർ. ഒരു ഫയൽ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാം? എങ്ങനെയായിരുന്നു? നമ്മൾ ആദ്യം അല്ലേ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ, കമ്പ്യൂട്ടറിലെ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മൗസ് പോയിന്റർ അങ്ങോട്ട് മൂവ് ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഫോൾഡറിലോ ഫയലിലോ വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ആയി വരികയും നമുക്ക് അതിന്റെ കാര്യങ്ങൾ വ്യൂ ചെയ്യാനും പറ്റും. ഈ ഒരു രീതിയിലല്ലേ നമ്മളൊരു ഫയൽ ഓപ്പൺ ചെയ്യുന്ന ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തത്. പിന്നെ നമ്മൾ റീനെയിമിംഗ് ഒരു ഫോൾഡർ ഫയൽ, ഒരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ റീനെയിം ചെയ്യും, പേര് മാറ്റുന്ന രീതി നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഒരു D ഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് പേര് മാറ്റേണ്ടുന്ന ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഏതാണോ അത് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ മൗസ് ബട്ടൺ റൈറ്റ് ക്ലിക്ക്, മൗസ് ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരും, റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ? ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നമ്മൾ റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ വരുന്ന ആദ്യം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മുടെ ഫയലിന്റെ അല്ലെങ്കിൽ ഫോൾഡറിന്റെ പുതിയ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഫോൾഡർ അല്ലെങ്കിൽ ഫയലിന്റെ പേര് മാറുന്നത്, റീനെയിം ചെയ്യുന്നത് അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഡിലീറ്റിംഗ് എ ഫോൾഡർ ഓർ ഫയൽ. ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ എങ്ങനെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിലീറ്റ് ആക്കേണ്ട ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ ഏതാണ് അതൊന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുന്നു അല്ലേ? പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ വേണം. അതിൽ ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? ഒരു ബോക്സ്, ഡയലോഗ് ബോക്സ് നമ്മുടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഫയൽ ഡിലീറ്റ് ആയി പോകും. ഒരു ഫയൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു ഇല്ലേ? ആദ്യം നമുക്ക് മൂവ് ചെയ്യേണ്ട ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഏതാണോ അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡർ അല്ലെങ്കിൽ ഫയലിൽ കൊണ്ടുവച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ വരും. അതിൽ നിന്ന് കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഈ ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഫയൽ പോകേണ്ടത് എവിടെയാണോ അവിടേക്ക് നമ്മൾ അത് സെലക്ട് ചെയ്യണം, അവിടേക്ക് പോവുക. അതിനുശേഷം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫോൾഡർ ഓപ്പൺ ആയി വരികയും അതിനുശേഷം നമ്മളത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ നമ്മൾ പേസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ എന്താണ്? നമുക്ക് ഏത് ലൊക്കേഷനിലോട്ടാണോ ആ ഫയൽ പോകേണ്ടത് അവിടെ നമുക്കത് വന്ന് കിടക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ആ ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്തത്. അപ്പൊ നമുക്കിനി അതിന്റെ എക്സസൈസ് നോക്കിയാലോ? ഓക്കെ. പേജ് നമ്പർ 61 എടുത്തോ? പേജ് നമ്പർ എല്ലാവരും എടുത്തോ? നമുക്കിനി അതിന്റെ കുറച്ച് ആൻസർ ദ ഫോളോയിങ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയതായിരുന്നു അല്ലേ? വാട്ട് ഈസ് എ ഫയൽ? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രിയേറ്റിംഗ് ഫോൾഡർ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫയൽ ആൻഡ് ഫോൾഡർ? ഗിവ് എ ബ്രീഫ് നോട്ട് ഓൺ ലോക്കൽ ഡിസ്ക്. ഹൗ ടു ഓപ്പൺ എ ഫയൽ ആൻഡ് ഫോൾഡർ. അപ്പൊ ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചായിരുന്നു. ടീച്ചർ ഒന്നും കൂടെ അതൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നോട്ട്സ് തരുന്ന സമയത്ത് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വീണ്ടും എഴുതാൻ നിൽക്കേണ്ട. അതിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ എഴുതാത്തത് ആ ക്വസ്റ്റ്യൻ മാത്രം നോട്ട്ബുക്കിലോട്ട് ബാലൻസ് ആയിട്ട് എഴുതുക. ഇത് 2-3 ക്വസ്റ്റ്യൻ നമ്മൾ എനിക്ക് തോന്നുന്നു, ടീച്ചറിന് തോന്നുന്നു 2-3 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയതാണെന്ന് തോന്നുന്നു.
അപ്പോൾ ആ എഴുതിയ ക്വസ്റ്റ്യൻ എഴുതണ്ട, ബാലൻസ് കിടക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എന്നാലും ടീച്ചർ ഒന്നും കൂടെ ആദ്യം മുതൽ പറഞ്ഞു തരാം. വാട്ട് ഈസ് എ ഫയൽ? എന്താണ് ഫയൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? എ ഫയൽ ഈസ് എ പ്ലേസ് വെയർ ദ ഡേറ്റ ആർ സ്റ്റോർഡ്. ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഫയൽ എന്ന് വിളിക്കുന്നത്. ഫയൽ ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് കൈൻഡ് സച്ച് ആസ് ഡോക്യുമെന്റ് ഫയൽ, സൗണ്ട് ഫയൽ, പിക്ചർ ഫയൽ, പ്രോഗ്രാം ഫയൽ എക്സെട്ര. അപ്പം ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്തെ നമ്മൾ ഫയൽ എന്ന് വിളിക്കുന്നു. പലതരത്തിലുള്ള ഫയലുണ്ട്. ഡോക്യുമെന്റ് ഫയലുണ്ട്, സൗണ്ട് ഫയലുണ്ട്, പിക്ചർ ഫയലുണ്ട്, പ്രോഗ്രാം ഫയലുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? വാട്ട് ഈസ് എ ഫയൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ ഉത്തരമാണ് എഴുതേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രിയേറ്റിംഗ് ഫോൾഡേഴ്സ്? നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും അഡ്വാൻറ്റേജ്? നോക്കിക്കേ. തൗസൻഡ്സ് ഓഫ് ഫയൽ ക്യാൻ ബി സ്റ്റോർഡ് ഇൻസൈഡ് എ കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിന്റെ അകത്ത് എന്താണ് തൗസൻഡ്സ് ഓഫ് ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. To keep them organized, a folder is used that store a group of files of the same topic. അപ്പോൾ ഈ ഫയൽ എല്ലാം തന്നെ ഓർഗനൈസിൽ ക്രമപ്പെടുത്തി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഫോൾഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഫയലുകളെ എല്ലാം സെയിം ടോപ്പിക്കിൽ വരുന്ന ഈ ഫയലുകളെ എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കാൻ, അല്ലെങ്കിൽ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ക്രിയേറ്റിംഗ് ഫോൾഡർ? ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഇത് തന്നെയാണല്ലേ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ അകത്ത് കുറെ അധികം ഫയൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ ഫയൽസിനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫോൾഡർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫയൽ ആൻഡ് ഫോൾഡർ? ഫയലും ഫോൾഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ? In files, data is stored, whereas a folder is a place where the files are stored. അപ്പോൾ എന്താണ് ഫയൽ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഫയൽ എന്ന് പറയുന്നത്. പക്ഷെ ഫോൾഡർ എന്താണ്? ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ആ ഫോൾഡർ എന്ന് വിളിക്കുന്നത്, ഇല്ലേ? അപ്പം ഫോൾഡർ ഇൻ ഫയൽ ഡേറ്റ ഈസ് സ്റ്റോർഡ്. ഫയലിൽ എന്ത് ചെയ്യുന്നു? ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. ഫോൾഡറിൽ എന്ത് ചെയ്യുന്നു? ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കും. മനസ്സിലായോ മക്കൾക്ക്? എന്താ ടീച്ചർ പറഞ്ഞത്? ഫയലും ഫോൾഡറും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഫയൽ എന്ന് പറഞ്ഞാൽ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന പ്ലേസ് ആണ് ഫയല്. ഈ ഫോൾഡർ എന്താണ്? ഫയൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന പ്ലേസ് ആണ് ഫോൾഡർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻ ഫയൽസ് ഡേറ്റ ഈസ് സ്റ്റോർഡ്, whereas a folder is a place where the files are stored. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഗീവ് എ ബ്രീഫ് നോട്ട് ഓൺ ലോക്കൽ ഡിസ്ക്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കുറെ ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ലോക്കൽ ഡിസ്ക് ആയ ലോക്കൽ ഡിസ്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സി ആണ് ലോക്കൽ ഡിസ്ക്. അതിനെ കുറിച്ച് എഴുതാനില്ലേ? അതിനെ കുറിച്ച് ഒരു ബ്രീഫ് നോട്ട് എഴുതാം. നോക്കിക്കേ. ഇറ്റ് ഈസ് ദ ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ഇൻ ദ കമ്പ്യൂട്ടർ. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടറിലുള്ള ഒരു ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ആണ് ഈ ലോക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ലൊക്കേഷൻ വെയർ ഓൾ ദ ഫയൽസ് ആർ സ്റ്റോർഡ്. അല്ലേ എല്ലാ ഫയലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രൈമറി ലൊക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ലോക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഡിസ്കിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യം പറഞ്ഞു? ഇറ്റ് ഈസ് ദ ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലുള്ള ഒരു ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ആണ് ഈ ലോക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ലൊക്കേഷൻ വെയർ ഓൾ ദ ഫയൽസ് ആർ സ്റ്റോർഡ്. എല്ലാ ഫയലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രൈമറി ലൊക്കേഷൻ ആണ് നമ്മുടെ ലോക്കൽ ഡിസ്ക് സി എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താ? The contents of the hard disk can be accessed by double clicking on the icon. അപ്പോൾ ഇതിലുള്ള കണ്ടന്റ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഐക്കണിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് കിടക്കുന്ന കണ്ടന്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ലോക്കൽ ഡിസ്കിനെ കുറിച്ച് നമ്മൾ കുറച്ചൊരു നോട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്തെഴുതും? 3 പോയിന്റ് നമുക്ക് എഴുതാം അല്ലേ? എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ഇൻ ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലുള്ള ഒരു ഡിഫാൾട്ട് ഹാർഡ് ഡ്രൈവ് ആണ് ലോക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൈമറി ലൊക്കേഷൻ വെയർ ഓൾ ദ ഫയൽസ് ആർ സ്റ്റോർഡ്. എല്ലാ ഫയലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു പ്രൈമറി ലൊക്കേഷൻ ആണ് ഈ ലോക്കൽ ഡിസ്ക് എന്ന് പറയുന്നത്. ദ കണ്ടന്റ്സ് ഓഫ് ദ ഹാർഡ് ഡിസ്ക് ക്യാൻ ബി ആക്സസ്ഡ് ബൈ ഡബിൾ ക്ലിക്കിംഗ് ഓൺ ദ ഐക്കൺ. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിലുള്ള ആ ഒരു കണ്ടന്റ് നമുക്ക് കാണണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഐക്കണിൽ പോയി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതിൻ്റെ അകത്തുള്ള കണ്ടന്റ് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലോക്കൽ ഡിസ്കിനെ കുറിച്ച് എഴുതിക്കൂടെ? അപ്പം 4th ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ടു ഓപ്പൺ എ ഫയൽ ആൻഡ് ഫോൾഡർ. ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ എങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം? അതിന്റെ ആൻസർ നോക്കിക്കേ. ടു ഓപ്പൺ എ ഫയൽ ഓർ ഫോൾഡർ ഇൻ കമ്പ്യൂട്ടർ, simply move the mouse
pointer to the required file and folder and double click it. The file will be open and its contents can be viewed. അപ്പോൾ ഒരു ഫയൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലുള്ള ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മൗസ് പോയിന്റർ കൊണ്ടുവന്നിട്ട് നമുക്ക് ഏത് ഫയലാണോ അല്ലെങ്കിൽ ഏത് ഫോൾഡർ ആണോ വേണ്ടുന്നത് അതിൽ മൗസ് പോയിന്റർ കൊണ്ടുവച്ചിട്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. എന്താണ് ടീച്ചർ പറഞ്ഞത്? നമുക്കൊരു ഫയൽ കമ്പ്യൂട്ടറിലുള്ള ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യണം? ഓപ്പൺ ചെയ്ത് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് ഫയലാണോ ഫോൾഡർ ആണോ ആവശ്യം ആ ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ കൊണ്ടുവച്ചിട്ട് മൗസ് പോയിന്റർ കൊണ്ടുവച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോഴത്തേനും ആ ഫയൽ ഓപ്പൺ ആവുകയും അതിനകത്തുള്ള കണ്ടന്റ് നമുക്ക് കാണാനും സാധിക്കും. എന്തായിട്ട് ആൻസർ? ടു ഓപ്പൺ എ ഫയൽ ഓർ എ ഫോൾഡർ in computer, simply move the mouse pointer to the required file and folder and double click it. The file will be opened and its content can be viewed. അപ്പോൾ എന്താണ്? നമ്മൾ ഏത് ഫയലാണോ ഫോൾഡർ ആണോ നമുക്ക് ആവശ്യം അപ്പോൾ അതിൽ കൊണ്ടുപോയി മൗസ് പോയിന്റർ വെക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടുന്ന ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഓപ്പൺ ആയിട്ട് വരുന്നു. ആൻസർ ദ ഫോളോയിങ് ക്ലിയർ ആയി? അടുത്ത് നോക്കിക്കേ ബി, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. Computer is a dash feature that allows to explore and manage the contents of computer drive. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ ഏതോ ഒരു ഫീച്ചർ ആണ്. എന്താണ്? നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിലുള്ള കണ്ടന്റ്സ് അല്ലെ കമ്പ്യൂട്ടർ ഡ്രൈവിലുള്ള കണ്ടന്റ്സ് മാനേജ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു എന്തോ ഫീച്ചറാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏത് ഫീച്ചറായിരുന്നു? ആൻസർ എന്താണ്? ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് ഇല്ലേ? എന്താണ്? മൈക്രോസോഫ്റ്റ്. എന്താണ്? കമ്പ്യൂട്ടർ ഈസ് എ മൈക്രോസോഫ്റ്റ് ഫീച്ചർ that allows to explore and manage the contents of computer drive. Next question നോക്കിക്കേ. Dash is the primary location where all the files are stored. ഇപ്പോൾ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എന്താണ്? ഏതാണ് നമ്മൾ എല്ലാ ഫയലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രൈമറി ലൊക്കേഷൻ ഏതാണ്? ലോക്കൽ ഡിസ്ക് അല്ലേ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതല്ലേ ഉള്ളൂ ലോക്കൽ ഡിസ്ക്. ലോക്കൽ ഡിസ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. A dash is a place where the data are stored. Data സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലത്തെ നമ്മൾ എന്ത് പേരാണ് വിളിക്കുന്നത്? നമ്മൾ പഠിച്ചു ഏത് പേരാ? ഫയൽ അല്ലേ? മൂന്നാമത്തെ ആൻസർ ഏതാണ്? ഫയൽ. ഫയലിലാണ് നമ്മൾ എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. FILE ഫയൽ. ഓക്കെ, ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കേ. വിൻഡോസ് കൺഫേം ബിഫോർ ഡിലീറ്റിംഗ് ദ ഫയൽ ആൻഡ് ഫോൾഡർ ബൈ ഡിസ്പ്ലേയിങ് എ ഡാഷ്. അപ്പോൾ നമ്മളൊരു ഫയൽ അല്ലെങ്കിൽ ഫോൾഡർ ഡിലീറ്റ് ചെയ്യുമ്പോഴത്തേന് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ വിൻഡോയിൽ എന്തോ ഒരു കാര്യം വരും എന്ന് പറഞ്ഞു. എന്തായിരുന്നു വരുന്നത്? ഒരു ഡയലോഗ് ബോക്സ്. ഏതാണ് വരുന്നത്? ഡയലോഗ് ബോക്സ്. നമ്മുടെ വിൻഡോയിൽ ഒരു ഡയലോഗ് ബോക്സ് വരുമ്പോൾ അതിലാണ് യെസ് ഓർ നോ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? നമുക്ക് ആ ഫോൾഡർ ഡിലീറ്റ് ആക്കണം, നമ്മൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഏതാണ് കാണിക്കുന്നത്? ഡയലോഗ് ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. DVD RW ഡ്രൈവ് F is the dash disk drive installed in the computer. കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തത് എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്. എന്താണ്? ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ്. നമ്മൾ എന്താ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? എന്ത് പറഞ്ഞു? കമ്പ്യൂട്ടർ ഈസ് എ ഡാഷ് ഫീച്ചർ ദാറ്റ് allows to explore and manage the contents of computer drive. കമ്പ്യൂട്ടർ ഏത് ഫീച്ചറാണ്? കമ്പ്യൂട്ടർ ഈസ് എ മൈക്രോസോഫ്റ്റ് ഫീച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഡാഷ് ഈസ് ദ പ്രൈമറി ലൊക്കേഷൻ where all the files are stored. എല്ലാ ഫയലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രൈമറി ലൊക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ലോക്കൽ ഡിസ്ക്. Third question. A dash is a place where the data are stored. Data store ചെയ്തിരിക്കുന്ന place ഏതാ? ഫയൽ. Fourth question. Windows confirm before deleting the file and folder by displaying a dash. അപ്പം ഒരു ഫയൽ അല്ലെങ്കിൽ ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വിൻഡോ നമുക്കൊരു കൺഫേം ചെയ്യാനായിട്ട് എന്തോന്ന് കാണിക്കും. ഏതാണത്? ഡയലോഗ് ബോക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. DVD RW drive F is the dash disk drive installed in the computer. കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന എന്ത് ഡിസ്ക് ഡ്രൈവ്? ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവ് ആണ് നമ്മൾ ഏത്? DVD RW ഡ്രൈവ് അല്ലെങ്കിൽ F എന്ന് പറയുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കേ, ഇനി നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്ത നോക്കിക്കേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. നമുക്ക് തന്നേക്കുന്ന വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ടിക്ക് ചെയ്യണം. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് ഹോൾഡ് ആൻ എനോറമസ് എമൗണ്ട് ഓഫ് ഡാഷ്. അപ്പൊ കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് എന്താണ്? എനോറമസ് എന്താണ്? എമൗണ്ട് ഓഫ് എന്തോ ഒന്ന് സൂക്ഷിക്കുന്നുണ്ട്. എന്താണ്? ഡാഷ്.
നിങ്ങൾ പറഞ്ഞ ആൻസർ എന്താ? ഡേറ്റ. നമ്മൾ പഠിച്ചില്ലേ, എനോറമസ് എമൗണ്ട് ഓഫ് ഡേറ്റ ആണ് കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് ഹോൾഡ് ചെയ്ത് വെച്ചത്. എന്താണ് എനോറമസ് എമൗണ്ട് ഓഫ് ഡേറ്റ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഡാഷ് ഓപ്ഷൻ മെനു ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഫയൽ നെയിം. ഫയൽ നെയിം ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെനു ഏതാ? റീനെയിം ആണോ, ചേഞ്ച് ആണോ, ആൾട്ടർ ആണോ? ഏതാണ് നമ്മുടെ ആൻസർ? നമ്മൾ പഠിച്ചു റീനെയിമിങ് ഫയൽ ഫോൾഡർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ഏതൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അല്ലേ നമ്മുടെ ഫോൾഡറിലെ ഫയലിന്റെ പേര് മാറ്റാൻ നമുക്ക് പറ്റുന്നത്. ഏതാണ് ആ മെനു? റീനെയിം. ഏതാണ് നമ്മുടെ ആൻസർ? റീനെയിം. റീനെയിം ഓപ്ഷൻ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫയൽ നെയിം മാറ്റാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാ? റീനെയിം മെനു അല്ലെങ്കിൽ റീനെയിം ഓപ്ഷൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡാഷ് ഓപ്ഷൻ ഈസ് യു ഡിലീറ്റ് ദ ഫോൾഡർ. ഒരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രോയ് ആണോ, റിമൂവ് ആണോ, ഡിലീറ്റ് ആണോ? ഏത് ഓപ്ഷനാണ് നമ്മളൊരു ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്ഷൻ ഏതാ? നിങ്ങൾ പറഞ്ഞു തന്നെ ടീച്ചർ, ഏത് ഓപ്ഷനാണ്? ഡിലീറ്റ് ഓപ്ഷൻ അല്ലേ? ഏത് ഓപ്ഷനാണ്? ഡിലീറ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഡാഷ് ആർ ഹാർഡ് ഡ്രൈവ് പാർട്ടീഷൻസ് ഓൺ ദ കമ്പ്യൂട്ടർ. ഏതാണ് ഡാഷ് ആർ ഹാർഡ് ഡ്രൈവ് പാർട്ടീഷൻസ് ഓൺ ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡ്രൈവ് പാർട്ടീഷൻസ് ഏതാണ്? നമ്മൾ പറഞ്ഞ ഏതാ? ഡി ആൻഡ് ഇ അല്ലേ? ഡി എ ഇ അല്ലേ നമ്മൾ ന്യൂ വോളിയം എന്ന് വിളിക്കുന്നത് അല്ലേ? ഡി ആൻഡ് ഇ ആണ് ഹാർഡ് ഡ്രൈവ് പാർട്ടീഷൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഡി ആൻഡ് ഇ. ഈ ഡി എ ഇ ആണ് നമ്മൾ എന്ത് ന്യൂ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പ്യൂട്ടർ ഐക്കൺ ഓൺ വിൻഡോസ് 7 ഡെസ്ക്ടോപ്പ്? അതായത് വിൻഡോസ് 7 ഡെസ്ക്ടോപ്പിൽ ആ ഒരു കമ്പ്യൂട്ടർ ഐക്കൺ സൂചിപ്പിക്കുന്ന ഏതാണ്? ഏതായിരിക്കും? നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ട് പറഞ്ഞു തന്നെ. ഫസ്റ്റ് ആണല്ലേ, ആദ്യത്തെ പിക്ചർ ആണ് നമ്മുടെ ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പ്യൂട്ടർ ഐക്കൺ ഓൺ വിൻഡോസ് 7 ഡെസ്ക്ടോപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ ഏതാണ്? ആദ്യം തന്നേക്കുന്ന ആൻസർ ഫസ്റ്റ് ആണ്. ദ ഫോളോയിങ് സെന്റൻസ് ആൻഡ് ടിക്ക് ദ കറക്റ്റ് ഓപ്ഷൻ. ക്ലിയർ ആയേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ ഹാർഡ് ഡ്രൈവ് ഹോൾഡ് ആൻ എനോർമസ് എമൗണ്ട് ഓഫ് ഡാഷ്. എന്താണ്? ഡേറ്റ. സെക്കൻഡ് എന്താണ്? ഡാഷ് ഓപ്ഷൻ മെനു ഈസ് യൂസ് ടു ചേഞ്ച് ദ ഫയൽ നെയിം. ഫയൽ നെയിം ചേഞ്ച് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ്? റീനെയിം. തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡാഷ് ഓപ്ഷൻ ഈസ് യൂസ് ടു ഡിലീറ്റ് ദ ഫോൾഡർ. ഫോൾഡർ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ഏത് ഓപ്ഷൻ യൂസ് ചെയ്യുന്നു? ഡിലീറ്റ് ഓപ്ഷൻ. ഡാഷ് ആർ ഹാർഡ് ഡ്രൈവ് പാർട്ടീഷൻസ് ഓൺ ദ കമ്പ്യൂട്ടർ. ഏതാ? ഡി ആൻഡ് ഇ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കമ്പ്യൂട്ടർ ഐക്കൺ ഓൺ വിൻഡോസ് 7 ഡെസ്ക്ടോപ്പ്? ഏതാണ് നമ്മുടെ ഫസ്റ്റ് പിക്ചർ? അടുത്ത ഡി നോക്കിക്കേ. റീ അറേഞ്ച് ചെയ്ത ജംബിൾഡ് ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ ഹിഡൻ വേർഡ്. നമുക്ക് റീ അറേഞ്ച് ചെയ്ത് കുറെ ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് വേർഡ് നമ്മൾ ഒളിഞ്ഞു കിടക്കുന്ന വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് ഏതാണെന്ന് നോക്കിക്കേ. LFIE. അത് നമുക്ക് എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതാം? LFIE. അത് നമ്മൾ എങ്ങനെ റീ അറേഞ്ച് ചെയ്ത് എഴുതും? ഫയൽ എന്ന് എഴുതാം അല്ലേ? FILE. ഫയൽ എന്ന് നമുക്ക് അതിനെ റീ അറേഞ്ച് ചെയ്ത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഏതാണ്? ഫയൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കേ. REFDOL. എന്താണ്? അതിൽ ഒളിഞ്ഞിരിക്കുന്ന വേർഡ് ഏതാണ്? നിങ്ങൾ പറഞ്ഞത് റീ അറേഞ്ച് ചെയ്ത് വേർഡ് പറഞ്ഞു തന്നെ ടീച്ചറിനെ. നമ്മൾ അത് റീ അറേഞ്ച് ചെയ്ത് നമുക്ക് ഏത് വേർഡാണ് കിട്ടുന്നത്? ഫോൾഡർ എന്ന് കിട്ടും അല്ലേ? FOLDER. ഫോൾഡർ. ഓക്കെ, മനസ്സിലായോ? അടുത്ത തേർഡ് നോക്കിക്കേ. TEDELE. അത് റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേർഡാണ് കിട്ടുന്നത്? നിങ്ങളൊന്ന് റീ അറേഞ്ച് ചെയ്ത് പറഞ്ഞേ. TEDELE. അതിനെ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേർഡ് കിട്ടുന്നു? ഡിലീറ്റ് അല്ലേ? ഏത് വേർഡ് കിട്ടും? ഡിലീറ്റ്. DELETE. ഡിലീറ്റ് എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഫോർത്ത് നോക്കിക്കേ. STPAE. STPAE. എന്താണ്? പേസ്റ്റ് എന്ന് കിട്ടും അല്ലേ? ഏതാണ്? PASTE. പേസ്റ്റ്. ഓക്കെ, അടുത്ത ഫിഫ്ത്ത് വേർഡ് നോക്കിക്കേ. RHARVDRE. അത് നമ്മൾ റീ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏത് വേർഡാണ് കിട്ടുന്നത്? പറഞ്ഞ ഏത് വേർഡ് കിട്ടും? ഹാർഡ് ഡ്രൈവ്. ഏതാണ്? ഹാർഡ് ഡ്രൈവ്. HARD. DRIVE. ഹാർഡ് ഡ്രൈവ് എന്നുള്ള വേർഡാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് നമ്മുടെ വേർഡ് ഫയൽ, സെക്കൻഡ് ഫോൾഡർ, തേർഡ് ഡിലീറ്റ്, ഫോർത്ത് പേസ്റ്റ്, ഫിഫ്ത്ത് ഹാർഡ് ഡ്രൈവ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ചാപ്റ്റർ 6th ചാപ്റ്റർ വർക്കിംഗ് വിത്ത് മൈ കമ്പ്യൂട്ടർ എന്ന ചാപ്റ്റർ തീർന്നു.
അപ്പൊ അതിലെ എക്സസൈസ് ആണ് നമ്മളിപ്പോ ചെയ്തത് അല്ലേ? അപ്പൊ ഇതില് കുറച്ച് ക്വസ്റ്റ്യൻ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിരുന്നു. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതിൽ എഴുതണ്ട. ഇതിന്റെ കൂടെ വന്നാലും നിങ്ങൾ അതിന്റെ ആൻസർ എഴുതണ്ട. ബാക്കി എഴുതാത്തതിന്റെ തൊട്ട് എഴുതി പോയാൽ മതി. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഈ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. എല്ലാം നോട്ട്സ് എഴുതണം, ടീച്ചറിന് അയച്ചു തരണം. പിന്നെ വോയിസ് മെസ്സേജ് ടീച്ചറിനെ സെൻഡ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഒരു ക്ലാസ് വേണ്ടി ചെയ്യാം. ഓക്കെ, താങ്ക് യു. Deep in the shadows, I know it's hard to put one foot in front